അറിയാം. കെണിയാണോ ഇത്? നമുക്ക് നോക്കാം ആരാണ് ഈ കെണിയിൽ അകപ്പെടുക. ഇപ്പോഴത്തെ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളാണെങ്കിൽ എല്ലാവരും സുഷിൻ്റെ പാട്ടുകൾക്ക് സുഷിൻ്റെ അതെ അതെ അച്ഛൻ ഓരോ ദിവസം ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അച്ഛൻ്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടാകും. അതുകൊണ്ട് കാത്തിരിക്കുന്നൊരു സമയം. അത് അത് ചിലപ്പോൾ നമുക്ക് പൊതി മിസ്സാവും. എന്താണെന്നറിയോ, അങ്ങനെ ഒരു മാഷിനൊരു അബോധാവസ്ഥയിൽ പോലും നമ്മളോട് അത്ര ഒരു ഇഷ്ടവും ഒരു സ്നേഹം എന്താ പറയുക ഒരു വാത്സല്യം. അതെ, അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് ഒക്കെയാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പോൾ സാധാരണ നമ്മൾ ഷോ ചെയ്യുന്ന നേരത്തിൽ ഒന്നും പ്ലാൻഡ് അല്ല, പ്രീ പ്ലാൻഡ് ഒന്നുമില്ല. ഇപ്പോൾ പാട്ടുകളാണെങ്കിലും ലിസ്റ്റ് ആണെങ്കിലും ഒന്നും പ്ലാൻഡ് അല്ല. നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങുമ്പോഴേക്കും ഫ്രണ്ട് ഇരിക്കുന്നവരുടെ കണ്ണിൽ നമുക്ക് അറിയാൻ പറ്റും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഇനി കുറച്ച് ടഫായിട്ടൊരു പാട്ട് വായിക്കട്ടെ. ഓക്കെ ഓക്കെ അല്ലേ? ജോണി. ഹായ് ഹലോ, മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ ചാറ്റ് വിത്ത് അഥീന. നമുക്കൊരു ആക്ടിവിറ്റിയിലോട്ട് പോയാലോ? വെയിറ്റ്. ഓം ഗ്രീൻ കുട്ടിച്ചാത്ത ഗ്ലോബ് വരട്ടെ. വന്നു. ആ അതാണ്, എനിക്ക് മന്ത്രമൊക്കെ അറിയും. ഫ്ലൂട്ടിലെ മായാജാലക്കാരനല്ലേ, എനിക്ക് ഇങ്ങനെ കുറച്ച് മന്ത്രമൊക്കെ അറിയാം. കെണിയാണോ ഇത്? നമുക്ക് നോക്കാം ആരാണ് ഈ കെണിയിൽ അകപ്പെടുക. അപ്പൊ ചേട്ടനില്ലേ, ധൈര്യമായിട്ട് ഇതിൽ നിന്നൊരു ലോട്ട് എടുക്കുക. എന്താ ഇത്ര ചിന്തിക്കാൻ, ഞാനൊന്നും ചെയ്യില്ല. ചേട്ടൻ തന്നെ തുറന്നോ. നോക്കിയേ നോക്കിയേ നോക്കിയേ, ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാള് എന്റെ കൂടെ ഉണ്ടാവുമ്പോ ലോട്ടിൽ കിട്ടിയ ആദ്യത്തെ വാക്ക് ഏതാ വാക്ക്? ചെക്ക്. സന്തോഷം. ഇപ്പൊ സന്തോഷായില്ലേ? അടിപൊളി. ഇതെന്താ സംഭവം എന്നറിയോ? ഇനി ഈ സന്തോഷം എന്നുള്ള വാക്ക് വെച്ച് ചേട്ടന് ഈ സന്തോഷം, അങ്ങനെ സന്തോഷം എന്നുള്ള ഈ ഒരു വാക്ക് കാണുമ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത്? ആ പാട്ട് ഞങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. പക്ഷെ ഈ സന്തോഷം വന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടം. ജോൺസൺ മാഷിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ്. പെട്ടെന്നൊരു പാട്ട് വായിക്കാൻ പറഞ്ഞത് ഇത് വായിക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. കണ്ണാടി ഞാൻ പാടിയാൻ പോകും. പാടിക്കോളൂ. വേണ്ട, എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. ചേട്ടനൊന്ന് പാടുവോ ഒരിത്തിരി? ഓക്കെ ഓക്കെ, അത് പോട്ടെ. ഇനി അടുത്ത ലോട്ടാണേ. ഇനിയുണ്ട്? ഓ പിന്നെ ഒരു 3 ലോട്ടെങ്കിലും എടുക്കണം. നെക്സ്റ്റ് ലോട്ട്. ഇതും നല്ലതല്ലേ? ഇത് അച്ഛൻ. അച്ഛനാണ് അടുത്ത വാക്ക്. നോക്കിയേ, സന്തോഷം ആദ്യം വന്നു, പിന്നെ അച്ഛൻ വന്നു.
എന്താ പറയുക, അത് അച്ഛനെന്ന വാക്കിനൊരു എന്താ പറയുക, എത്ര പറഞ്ഞാലും മതി വരില്ല. എൻ്റെ അച്ഛനെ ശരിക്കും നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അച്ഛനിപ്പം മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു, 3 വർഷം. അച്ഛൻ ഈ പറഞ്ഞ പോലെ അച്ഛന് ഈ വള്ളം ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു, ജോലിയായിരുന്നു, വള്ളമണിന്ന് വഞ്ചി ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അച്ഛൻ ഓരോ ദിവസം ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അച്ഛൻ്റെ കയ്യിലൊരു പൊതി ഉണ്ടാകും. അതുകൊണ്ട് കാത്തിരിക്കുന്നൊരു സമയം. അത് ചിലപ്പോൾ നമുക്ക് പൊതി മിസ്സാവും. എന്താണെന്നറിയോ, അച്ഛന് വരുന്ന കൂട്ടത്തിൽ ആരെങ്കിലും പറയുകയാണ് ദാസേട്ട കുട്ടികൾ പട്ടിണിയാണെന്ന് പറഞ്ഞാൽ അച്ഛൻ ആ പൊതി എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അതുപോലെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ. ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും ചേട്ടനും കിട്ടിയിട്ടുണ്ട്. അപ്പം അല്ല നേരത്തെ സുദീപ് കുമാർ സാർ പറഞ്ഞില്ലേ ആരെയും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ട് എന്നുള്ളത്. അത് നമ്മളത് മനഃപൂർവ്വമല്ല, അതങ്ങനെ ഗ്രാജുവലി വന്നു പോകുന്നതാണ്. പിന്നെ അച്ഛനൊക്കെ ചെയ്തതിൻ്റെ ഒരു നന്മയുടെ ഫലങ്ങളാണ് ഞാനൊക്കെ അനുഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഞാൻ വളരെ കുറച്ചാണ് ഫസ്റ്റ് ടൈം പഠിച്ചത്. ആദ്യത്തെ ഒരു 3 മാസമാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പഠനം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഗുരുജിയെ കാണാൻ സാധിച്ചു, ഒട്ടും പ്രതീക്ഷിക്കാത്ത റെക്കോർഡിങ്ങിൽ വായിക്കാൻ സാധിച്ചു. ഇതൊക്കെ എൻ്റെ പേരൻസിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്, എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ. നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രൈറ്റ് മാഷ്, എൻ്റെ ആദ്യ ഗുരു സൺബ്രൈറ്റ് മാഷ് ഈ പറഞ്ഞ പോലെ മരിക്കുന്ന സമയങ്ങളിൽ പോലും നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. മാഷ് ലാസ്റ്റ് ഒരു കുറച്ച് ദിവസങ്ങളിൽ മാത്രം ക്യാൻസറിൻ്റെ ഒരു വേദന അനുഭവിക്കേണ്ടി മാഷിന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം. അപ്പോൾ ഞാനും വൈഫും കൂടി മാഷെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും മെയിൽ നേഴ്സ് പറയുന്നുണ്ടായിരുന്നു മാഷ് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയെന്ന് വെച്ചാൽ സമ്മതിക്കില്ല. അപ്പോൾ ഈ മെയിൽ നേഴ്സ് പറയും മാഷെ ഞാൻ രാജേഷാണ് ഇഞ്ചക്ഷൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു പറഞ്ഞു. അപ്പോൾ അനങ്ങാതെ കിടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാഷിനൊരു അബോധാവസ്ഥയിൽ പോലും നമ്മളോട് അത്രയൊരു ഇഷ്ടവും ഒരു സ്നേഹം, എന്താ പറയുക, അതെ, ആ ഒരു ബ്ലെസ്സിങ് ഒക്കെയാണ്. കടലോളം മാത്സര്യം. എനിക്കിഷ്ടമായി പാട്ട്. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. മ്യൂസിക്കിന്റെ പവറില്ലേ. പ്ലീസ്. അതെനിക്കറിയായിരുന്നു, അത് തന്നെ വരുന്നു. എൻ്റെ പ്രഡിക്ഷനൊന്നും തെറ്റുന്നില്ലല്ലോ. എനിക്കിഷ്ടമുള്ളതല്ല വന്നത്. കുട്ടിക്കാലം അന്നത്തെ ഒരു കാലം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന സമയങ്ങളും, റീസെൻ്റ്ലി ഞാൻ പറഞ്ഞു പണ്ട് നമ്മളിങ്ങനെ മഴ പെയ്യുമ്പോൾ ചേമ്പല
അല്ലെങ്കിൽ എന്തൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് പോയിരുന്നത്. പണ്ടിങ്ങനെ നമുക്ക് ബാഗോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം കുട്ടികളോട് പറഞ്ഞു, ഇങ്ങനെ ബുക്കൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പോവുക. ചിലപ്പോൾ ഒരു മഞ്ഞ അല്ലെങ്കിൽ ഒരു ചുമല റബ്ബറൊക്കെ ഇട്ടിട്ട് പോവുക. അത് കട്ടിയുള്ള റബ്ബറൊക്കെ പൈസ ഉള്ളവർക്കേ ഉള്ളൂ. നമ്മൾ ചുമച്ച എന്താ പറയുക, ചരടൊക്കെ ഇട്ട് കെട്ടിക്കൊണ്ട് പോകുന്നൊരവസ്ഥ. എങ്ങനെ ബുക്സ് ഒക്കെ പിന്നെ നമ്മൾ ഉപ്പുമാവ് വാങ്ങാൻ വേണ്ടി അടുത്ത കടകളിൽ പോയി പ്ലാസ്റ്റിക് കൂട് മേടിക്കുക. അതൊക്കെ ഭയങ്കര രസമായിരുന്നു അന്നത്തെ. അതിങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, എൻ്റെ ഒരു ടീച്ചറുണ്ട്, സുമ ടീച്ചർ എന്ന് പറയും. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ഒരു മുണ്ടും ഒരു ഷർട്ടൊക്കെയാണ് ഫുള്ളിങ്ങനെ ഓടിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ടീച്ചറിൻ്റെ ചോദിച്ചു, നിനക്ക് ഷർട്ട് വേണമെന്ന് ചോദിച്ചു. ഞാൻ ഡിസംബറിൻ്റെ പറഞ്ഞില്ല. ടീച്ചർ അന്ന് ഷർട്ട് വാങ്ങിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞ ദിവസം ടീച്ചറിൻ്റെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ഞാൻ രാവിലെ അവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. പക്ഷേ കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് ആ സമയത്ത് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ടീച്ചറിനെ ഒരു ദിവസം പോയി കാണണം. അപ്പോൾ അന്നൊക്കെ പിന്നെ സ്കൂൾ ടൈമിൽ ഞാനിങ്ങനെ ഫ്ലൂട്ടുമായിട്ട് ക്ലാസ്സിൽ പോവേ. അപ്പോൾ ആ സമയത്ത് തുടക്കം. അപ്പോൾ ഒരു അമ്പാടി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അവൻ അവസാനം ശൈല്യം സഹിക്കാൻ പറ്റാൻ ഫ്ലൂട്ടൊക്കെ മേടിച്ച് പാകത്ത് വയ്ക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഇൻ്റർവെൽ ടൈമിൽ നമ്മളിങ്ങനെ അവിടെ വീട്ടുക്ക് അതൊക്കെ വായിക്കാൻ എളുപ്പമാണ് ഫ്ലൂട്ടിൽ. അങ്ങനെ അതൊക്കെ ഉള്ളൊരു ഭയങ്കര രസമായിരുന്നു ആ ഒരു കാലം. സ്കൂളിൽ നിന്നാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിനായിട്ട് ആദ്യം വായിച്ചു തുടങ്ങുന്നത്. സീലിയാമ്മ ടീച്ചർ എന്നൊരു ടീച്ചറൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടി നമ്മൾ, ജോസഫ് സാറ്, അവരെല്ലാം കൂടി നമ്മളിങ്ങനെ സ്റ്റേജിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ ഒരു അവസരം നൽകുന്നത് സ്കൂളിൽ, സെൻറ് മാത്യൂസ് ഹൈസ്കൂൾ. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഈ ഓർമ്മകളിലൂടെ ഒക്കെ ഇപ്പോൾ പോയില്ലേ? അതെ, ഓർമ്മകളും ഓടക്കുഴലുമായിട്ടുള്ളൊരു പാട്ടാണ്. അയ്യോ, ഓർമ്മകൾ ഓടക്കുഴൽ ഊതി. ഇനിയിപ്പോൾ ആ ടീച്ചർ പറഞ്ഞില്ലേ പോകാൻ പറ്റിയില്ല, അപ്പോൾ ആ ടീച്ചർക്ക് വേണ്ടി നമുക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? തീർച്ചയായിട്ടും വായിക്കണം. അയ്യോ, നല്ല രസമുണ്ട് കേൾക്കാൻ. കണ്ണാൻ തുമ്പി പോരാമോ, ഇതും എനിക്കിഷ്ടമുള്ള പാട്ടാ. ടീച്ചർക്ക് ഒരുപാട് സന്തോഷമാവും അല്ലേ, പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആ ഒരു ഇത് കോമ്പൻസേറ്റ് ചെയ്തു. അപ്പോൾ ടീച്ചർ ഇത് കേൾക്കട്ടെ. ടീച്ചർ എന്നിട്ട് ഇത് വിളിച്ചാൽ എന്ത് പറയും, എന്നെ അറിയിക്കോ? തീർച്ചയായിട്ടും. അപ്പോൾ ആ സന്തോഷം ഞാനുമായും കൂടി പങ്കുവയ്ക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ളത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിനെ പറ്റി. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വരികളിൽ നമ്മുടെ സമ്മൻ ബദ്ലഹേം മൂവിയിൽ ഒരു പാട്ടില്ലേ, വിദ്യാസാഗറിൻ്റെ ഈണത്തിൽ പിറന്ന ഒരു രാത്രി കൂടി. അതന്നെ എന്താണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. വരികൾ എന്ന് പറയുമ്പോൾ അത്രയും അടിപൊളി വരികളാണ്. ഒരു രക്ഷയില്ല. തീരാ നഷ്ടമാണ് നമുക്കതല്ല.
ഗുഡ് സോങ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. നമുക്കിനി ആരാധികയെ പാട്ട് കേട്ടാലോ? വിഷ്ണു വിജയ്. ആ വിഷ്ണു ഒരു ഉഗ്ര ഫ്ലൂട്ടിസ്റ്റ് അറിയാലോ അല്ലേ? ഉം. ഉഗ്ര മ്യൂസീഷ്യനാണ്, നല്ല മ്യൂസീഷ്യനാണ്. ആ ജസ്റ്റ് ഒരു ഫീല്. നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ മുന്നിലിരിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? സന്തോഷം, അത്രയും സന്തോഷം. എത്ര പാട്ടുകൾ ഇങ്ങനെ ഒരുമിച്ച് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നു. അങ്ങനെ പറയുമ്പോൾ ഓരോ കലാകാരന്മാരും എത്ര ഭാഗ്യമുള്ള ആൾക്കാരാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ എന്ത് വായിച്ചാലും ഫ്രണ്ട് ഇരിക്കുന്നവരുടെ മനസ്സ് നിറയ്ക്കാൻ. മനസ്സ് നിറയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു ഇപ്പോൾ സാധാരണ നമ്മൾ ഷോ ചെയ്യുന്ന നേരത്തിൽ ഒന്നും പ്ലാൻഡ് അല്ല, പ്രീ പ്ലാൻഡ് ഒന്നുമില്ല. ഇപ്പോൾ പാട്ടുകളാണെങ്കിലും ലിസ്റ്റ് ആണെങ്കിലും ഒന്നും പ്ലാൻഡ് അല്ല. നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങുമ്പോഴേക്കും ഫ്രണ്ട് ഇരിക്കുന്നവരുടെ കണ്ണിൽ നമുക്ക് അറിയാൻ പറ്റും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, പറഞ്ഞില്ലേ ഇപ്പം ഇത്? ചേട്ടൻ എന്നെ കാണുമ്പോൾ ഏത് പാട്ടാ വായിക്കാൻ തോന്നുന്നത്? ടടങ്. നാഗവല്ലി. വീണ്ടും നാഗവല്ലി. കഴിഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ടായി അനന്തു, മെന്റലിസ്റ്റ് അനന്തൂടെ. അപ്പൊ അനന്തവും പറഞ്ഞു. സെയിം പറഞ്ഞോ? ഞങ്ങൾ സെയിം വൈബാണല്ലോ. എന്നാലും ചേട്ടൻ നാഗവല്ലി എന്ന് പറയാനുള്ള കാരണം എന്താ? പറയൂ. ചുമ്മാ നോക്കിയപ്പോ ഒരു ടോട്ടലൊരു ദൈവമേ, തമാശ പറഞ്ഞു. പക്ഷെ ഇല്ല, അതൊക്കെ ഞാൻ നല്ല കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണം. തീർച്ചയായിട്ടും അല്ലേ? തമാശ കൊണ്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചേട്ടൻ എനിക്ക് വേണ്ടി വായിക്കുന്നതാണിത്. നീ ഹിമമഴയായുവ. നൈസ്, താങ്ക് യു സോ മച്ച്. നാഗവല്ലിയുടെ വായിക്കാൻ പറഞ്ഞിട്ട് എനിക്കിപ്പോ അടിപൊളിയൽ. അപ്പൊ അത് ഒന്ന് വായിക്കോ ചേട്ടാ? സാരില്ല, പ്ലീസ് ഒന്ന് വായിക്ക്.
അരെ വാ പല്ലേ ബേസ്റ്റ്. അയ്യോ ഇനിയിപ്പോൾ ആദ്യം മെന്റലിസ്റ്റ് അധീന എന്നൊക്കെ ആൾക്കാർ പറയും. മെന്റലിസ്റ്റ് അനന്തോടെ ചെയ്ത് കളിയാക്കി അങ്ങനെ പറയും. അതിനുശേഷം ഇപ്പം നാഗവല്ലി അധീന. അടിപൊളി. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇനി അടുത്ത എന്താണെന്നറിയോ? ഇനിയുണ്ട്. ആ ഇനിയുണ്ട്. അത് നമുക്ക് ഒരു ബീജിയം കഴിഞ്ഞിട്ട് നമുക്കിനി അതിലേക്ക് പോകാം. നരൻ എന്ന മൂവിയിൽ നമ്മുടെ ലാലേട്ടൻ്റെ നരൻ എന്ന മൂവിയിലെ ഒരു അടിപൊളി ഒരു അഡാറ് ബീജിയം ഇല്ലേ, അതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. അടിപൊളി. ഇനി നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലോട്ട് കിടക്കാം. ഓക്കെ. ഇത് വളരെ സിമ്പിളാ. ചേട്ടന് വളരെ സിമ്പിളാ, എനിക്കാണ് സിമ്പിൾ അല്ലാത്തത്. അപ്പോൾ ചേട്ടൻ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവം എന്ന് വെച്ചാൽ, ചേട്ടൻ ഇതുപോലെ കുറച്ച് പാട്ടുകൾ വായിക്കണം. അപ്പം ഞാനത് കണ്ടുപിടിക്കാം. ഓക്കെ. ഓക്കെ, സിമ്പിൾ ആയിരിക്കുമല്ലോ. എനിക്ക് സിമ്പിളുള്ളത് പറയണം. ഓക്കെ, അങ്ങനെ പറയണേ. പിന്നെന്താ? ഓക്കെ, അപ്പോൾ ചേട്ടൻ വായിച്ചോ. നമ്മുടെ ടീം റെഡി അല്ലേ പണി കൊടുക്കാനായിട്ടല്ലേ? പിന്നല്ലേ, നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണേ, കിട്ടിയില്ലെങ്കിൽ. എനിക്കറിയാം, മണിച്ചിത്രത്താഴിലെ നാഗവല്ലി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണേ. ഇനി ഞാൻ പാട്ട് പറയണ്ടേ? പാട്ട് പറഞ്ഞില്ലല്ലേ? ഏതായിരുന്നു അതിന്റെ? ദൈവമേ, പോലും മൗനമായി, അതല്ലേ? വീണ പോലും മൗനമായി. അപ്പൊ ഒരു പണി ചെയ്യാം, ഞാൻ വായിക്കുന്ന പാടണേ. അയ്യോ, എനിക്ക് പാടാനല്ല, പഴന്തമിഴ് പാട്ടുകൾ. കിട്ടി കിട്ടി കിട്ടി. ഇനി അടുത്തത്. അയ്യോ, ഇതെനിക്കറിയാം, ഒന്നുകൂടി പാടി തരുമോ പ്ലീസ് പ്ലീസ് പ്ലീസ്? ഒരു പ്രാവശ്യം കൂടി. ഒരു നിസ്സാര എന്നെ മറന്ന് വിട്ടേ, അതന്നെയല്ലേ? അടുക്ക, ഞാൻ ഇത് കണ്ടുപിടിക്കട്ടെ. കണ്ണാലനെ. അടുത്തത്.
ഇനി ദേവദൂതൻ. കുറച്ച് ടഫായിട്ടൊരു പാട്ട് വായിക്കട്ടെ. ഓക്കെ. ഏ ഓക്കെ അല്ലേ? ജോണി ജോണി അടുത്ത പോരട്ടെ. അടുത്തത് ഭയങ്കര ടഫായിട്ടുള്ളത്. ചേട്ടനാ ജോണി ജോണി ഒന്ന് വായിച്ചോ, കുട്ടിയൊക്കെ ഇഷ്ടപ്പെടൂലേ? കിട്ടി അല്ലേ? മിഴിയറിയാതെ യോ 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 യോ. ദൈവമേ, പ്രമദവനം വീടും. പെട്ടു. ഇതെനിക്ക് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറുടെ ഹിറ്റ് പാട്ടുകളിലൊന്നാണത്. ശരത്തേട്ടൻ്റെ ശരസാറിൻ്റെ പാട്ടാണ്. ഇതിൻ്റെ പല്ലവി വായിക്കോ? അപ്പോൾ പിന്നെ പ്രൈസ് എനിക്കായിരിക്കും. അല്ല പല്ലവി വായിക്കാൻ വേണ്ടിയില്ല, അല്ല പല്ലവി പിടിക്കാൻ വേണ്ടിയില്ല നമ്മൾ വായിച്ചത്. എനിക്ക് അറിയാം ഇത്, പക്ഷെ തുടക്കം ഓർമ്മ കിട്ടുന്നില്ല. കരയാതെ അതന്നെയാണോ? ഇവിടെ പറഞ്ഞുതരോ? അല്ല ഇത് തന്നെ, ആ പാട്ട് തന്നെ, സെയിം പാട്ട് തന്നെ. കരയാതെ കണ്ണുറ്. കറക്റ്റാ? ഓണാണ്. പാതിരാക്കിളി. തിരുവോണമായിതാ. കണ്ട, ഞാനെല്ലാം കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നു. പകുതി എനിക്കാണ്. ഓക്കെ, നമുക്ക് ഷെയർ ചെയ്തെടുക്കാം. ചേട്ടാ, നമുക്ക് ഈ യങ്സ്റ്റേഴ്സിന് ഇഷ്ടമുള്ള അവരുടെ ആ ഒരു വൈബ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കോമ്പോസിഷൻ നമുക്ക് എടുത്താലോ? ഇപ്പോഴത്തെ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളാണെങ്കിൽ എല്ലാവരും സുഷിൻ്റെ പാട്ടുകൾക്ക് അതെ അതെ. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലും അതിന്റെ വൈബിനോട് ഇണങ്ങുന്ന തരത്തിലാണല്ലേ? കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു കൂട്ടി നമ്മുടെ സ്കൂളുകളിൽ പോകുമ്പോഴേക്കും അവർ കൂടുതൽ ഏറ്റുപാടുന്നൊരു പാട്ടുകളിലൊന്ന്. ഓക്കെ. വീണ്ടും
ലവ് സ്റ്റോറി ഇന്ത്യയില. അപ്പോൾ ചേട്ടാ, ഒത്തിരിയേറെ സന്തോഷം ഇങ്ങനെ അടുത്തിരുന്ന് ഇതൊക്കെ ഇങ്ങനെ ലൈവായിട്ട് എൻ്റെ തൊട്ടടുത്തിരുന്ന് എനിക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ലോകം കണ്ട ഏറ്റവും വലിയൊരു കലാകാരനാവട്ടെ ഈ ഫ്ലൂട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ രാജേഷ് ചേർത്തല എന്ന വ്യക്തിയുടെ പേര് ലോകമെമ്പാടും ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ എല്ലാവരും അറിയപ്പെടട്ടെ, അത്രയും ഹൈറ്റ്സിൽ ചേട്ടൻ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹാപ്പി എൻഡിങ് സോങ്ങും കൂടിയാവുമ്പോൾ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒത്തിരി സന്തോഷം എനിക്കിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ സാധിച്ചതിൽ. നല്ല ക്രൂ ആയിരുന്നു, അടിപൊളിയായിരുന്നു എല്ലാവർക്കും. താങ്ക്സ് സർ, അടിപൊളി. അപ്പോൾ ഞാനോ? അതിന് ഓൾറെഡി സൂപ്പറാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നല്ല പേര് വരെ ഇട്ടു. നാഗവലി അല്ലേ, അടിപൊളിയല്ലേ? താങ്ക് യു. അത് നല്ലതായിരുന്നു. കാരണം കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിലും ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു, ഇപ്പോൾ ഓൺലൈൻ അവരൊക്കെ വന്നു, സുധീപേട്ടനും ജസ്റ്റിസ് സാർ എല്ലാവരും വന്നു. എനിക്ക് തോന്നുന്നു കൈരളിയിലൊരു JB ജംഗ്ഷനിൽ പോയപ്പോൾ മാത്രമാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത്. ചേട്ടനെ വിടാനൊന്നും തോന്നുന്നില്ല, എന്നാലും തിരക്കായതുകൊണ്ട് മാത്രം. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. പിന്നെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു ഹാപ്പി ഓണം. ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും വക, മീഡിയ ഭാരതിൻ്റെ വക, ഒപ്പം റേഡിയോ ഭാരത് എന്ന ഒരു റേഡിയോ കൂടിയുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി എൻ്റെ പ്രത്യേക വകയായിട്ടും ഞാൻ ഓണാശംസകൾ നേരുന്നു. സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. താങ്ക് യു.